കാർഷിക വാർത്തകൾ. ഏഷ്യൻ റബ്ബറിന് അപ്രതീക്ഷിത വിലയിടിവ്. ഏലത്തിന് വൻ ഡിമാൻഡ് ഉയർന്നപ്പോൾ കുരുമുളകിന് ഇത് പ്രതീക്ഷയുടെ വാരമാണ്. നിക്ഷേപകർ ലാഭമെടുപ്പിനായി ഇറങ്ങിയതോടെ ജപ്പാൻ ഒസാക എക്സ്ചേഞ്ചിൽ റബ്ബർ കിലോ 380 യെന്നിൽ നിന്നും 367 ഇടിഞ്ഞു. ഇത് ചൈന, സിംഗപ്പൂർ വിപണികളെയും പിടിച്ചുലച്ചു. അവിടെ നിരക്ക് 465 രൂപ ഇടിഞ്ഞ് 22,962 രൂപയിലേക്ക് താഴ്ന്നു. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് റബ്ബർ വില 500 രൂപ കുറഞ്ഞ് 23,300 രൂപയായി. ഹൈറേഞ്ച് കുരുമുളകിന് ഉത്തരേന്ത്യയിൽ നിന്നും കൂടുതൽ അന്വേഷണങ്ങൾ പ്രവചിച്ചതിന്റെ ഫലമായി പിന്നിട്ട വാരം മുളക് വില ക്വിന്റലിന് 600 രൂപ ഉയർന്നു. ആവേശം വരും ദിനങ്ങളിലും നിലനിർത്തിയേക്കും. അന്തർ സംസ്ഥാന വാങ്ങലുകാർ ഉത്സവകാല ആവശ്യങ്ങൾക്കുള്ള ചരക്ക് സംഭരണ നീക്കത്തിലാണ്. അൺഗാർബിൾഡ് മുളക് 100 രൂപ ഉയർന്ന് 65,100 രൂപ. ഇടുക്കിയിൽ ലേലത്തിനെത്തിയ ഏലം പൂർണ്ണമായും വിറ്റഴിഞ്ഞു. കയറ്റുമതി മേഖലയിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നും ശക്തമായ ഡിമാൻഡ് അനുഭവപ്പെട്ടു. 37,257 കിലോ വന്നതിൽ ഇടപാടുകാർ മുഴുവനായി ശേഖരിച്ചു. ശരാശരി ഇനങ്ങൾ കിലോ 2,242 രൂപയിലും മികച്ച ഇനങ്ങൾ 2,746 രൂപയിലും കൈമാറ്റം നടന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വയനാടിനെ പുനരുജ്ജീവിപ്പിക്കുവാൻ പ്രത്യേക കാർഷിക പദ്ധതികളെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. പശ്ചിമഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലായിരിക്കും കൃഷികൾ തിരഞ്ഞെടുക്കുക. ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിന്റെ കാർഷിക മുന്നേറ്റത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തയ്യാറെടുക്കുകയാണ് സംസ്ഥാനം. വിഷരഹിത ഉൽപ്പന്നങ്ങളും പശ്ചിമഘട്ടത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത വസ്തുക്കളുടെയും പ്രീമിയം വിപണി മൂല്യം പ്രയോജനപ്പെടുത്തുന്നതിനാണ് കാർഷിക പദ്ധതികൾ സജ്ജീകരിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 4ാമത് 100 ദിന പരിപാടിയുടെ ഭാഗമായി കേരള കാർഷിക സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയനാട്ടിൽ കാർഷിക കേന്ദ്രങ്ങളും ഉൽപാദന കേന്ദ്രങ്ങളും ഫെസിലിറ്റേഷൻ സെന്ററുകളും സ്ഥാപിക്കുന്നതിന് നബാർഡുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള പദ്ധതികളും മന്ത്രി സൂചിപ്പിച്ചു. കൂടാതെ വയനാടിന്റെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിപണി സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനായി ബ്രാൻഡ് സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമങ്ങളും പി പ്രസാദ് വ്യക്തമാക്കി. റവന്യൂ മന്ത്രി കെ രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. 2,817 കോടി രൂപയുടെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷൻ അവതരിപ്പിച്ച് കേന്ദ്രം. കാർഷിക മേഖലയ്ക്കായി 14,000 കോടി രൂപയുടെ 7 പദ്ധതികൾക്ക് അംഗീകാരം. 2,817 കോടി രൂപയുടെ ഡിജിറ്റൽ അഗ്രികൾച്ചറൽ മിഷനും ക്രോപ്പ് സയൻസിനായി 3,979 കോടി രൂപയുടെ പദ്ധതിയും ഉൾപ്പെടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട 7 വലിയ പദ്ധതികൾക്കായി 14,000 കോടി രൂപയാണ് കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. കാർഷിക വിദ്യാഭ്യാസവും മാനേജ്മെന്റും ശക്തിപ്പെടുത്തുന്നതിനുള്ള 2,291 കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. സുസ്ഥിര കന്നുകാലികളുടെ ആരോഗ്യത്തിനും അവയുടെ ഉൽപാദനത്തിനുമായി 1,702 കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഹോർട്ടിക്കൾച്ചറിന്റെ സുസ്ഥിര വികസനത്തിനായി 860 കോടി രൂപ വകയിരുത്തി. കൃഷി വിജ്ഞാന കേന്ദ്രത്തിന് 1,202 കോടി രൂപ, നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെന്റിന് 1,115 കോടി രൂപ എന്നിങ്ങനെയാണ് ഫണ്ട് വിഹിതം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. നാളികേര ഉൽപാദനത്തിൽ കർണാടക 1ാമത്. കേരളത്തെ 3ാം സ്ഥാനത്തേക്ക് തള്ളിയാണ് കർണാടകയുടെ മുന്നേറ്റം. നാളികേര വികസന ബോർഡിന്റെ 2023-24 വർഷത്തെ 2ാം പാദ കണക്കെടുപ്പിലാണ് കർണാടകയ്ക്ക് 1ാം സ്ഥാനം. തമിഴ്നാടിനാണ് 2ാമത്. 726 കോടി നാളികേരമാണ് കർണാടക ഇക്കാലയളവിൽ ഉൽപ്പാദിപ്പിച്ചത്. തമിഴ്നാട് 578 കോടിയും കേരളം 564 കോടി നാളികേരവുമാണ് ഉൽപ്പാദിപ്പിച്ചത്. 2017-18 കേരളം നാളികേര ഉൽപ്പാദനത്തിൽ റെക്കോർഡിട്ടത്. 845 കോടി നാളികേരമാണ് ഇക്കാലയളവിൽ കേരളം ഉൽപ്പാദിപ്പിച്ചത്. പിന്നീട് ഉൽപ്പാദനത്തിൽ ഗണ്യമായ ഇടിവാണ് രേഖപ്പെടുത്തിയത്. 2022-23 കർണാടക കേരളത്തെ മറികടക്കുകയും ചെയ്തു. 2000-2001 കേരളത്തിൽ 9.25 ലക്ഷം ഹെക്ടറിൽ നാളികേര കൃഷിയുണ്ടായിരുന്നു. നിലവിൽ 7.59 ലക്ഷം ഹെക്ടറായി ചുരുങ്ങി.
ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: ജാതിക്ക 150 മുതൽ 230 വരെ, ജാതിപത്രി 400 മുതൽ 450 വരെ, ഗ്രാമ്പു 900 മുതൽ 1350 വരെ, കുരുമുളക് അൺഗാർബിൾഡ് 65,100, കുരുമുളക് ഗാർബിൾഡ് 67,100, ചുക്ക് 36,000, വെളിച്ചെണ്ണ 16,800, കൊപ്ര 11,250, അടയ്ക്ക 30,000 മുതൽ 33,000 വരെ.